ഹലോ നമസ്കാരം. എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേണ്ടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിക്കനിൽ എത്ര വെറൈറ്റി ഉണ്ടാക്കിയാലും മതിവരാത്ത ആളുകളാണ് നമ്മൾ മലയാളികൾ. ലാലേട്ടൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടമാകും, കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയം പോലെ തന്നെ അടിപൊളിയാണ് ഈ റെസിപ്പി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെയധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ താമസിക്കേണ്ട, നമുക്ക് ലാലേട്ടൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിനാദ്യം വേണ്ടത് ഒരു പകുതി വലിയ തേങ്ങ ഒന്ന് നമ്മൾ ചുട്ടെടുക്കണം കനലിൽ. അപ്പം ഞാൻ ഗ്യാസ് അടുപ്പ് വെച്ചിട്ടാണ് ഇതുപോലെ പപ്പടം കുത്തി വെച്ചിട്ട് ഞാൻ കോർത്ത് അതിനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഈ കളറിൽ. ഇനി നമുക്കതിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ചതച്ചെടുത്താലും മതി കല്ലിൽ. അപ്പോൾ ഇതുപോലെ എടുക്കുക. ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകമല്ല, ചെറിയ ജീരകം. അതുപോലെ കടുക്. ഇത് രണ്ടും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ വലിയൊരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്, പേസ്റ്റ് ആക്കേണ്ട, ചതച്ചത്. അതിനെ നമുക്കൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ ഉള്ളി ഒരു 15 എണ്ണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കരുത് കേട്ടോ, ചതച്ചെടുക്കണം. അതും ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പില. വലിയ സവാള ഒന്നും വേണ്ട, ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ. അതുപോലെ തന്നെ ഇനി ഞാൻ ചെറിയ പച്ചമുളക് ഒരു 3-4 എണ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചതച്ചെടുക്കുക. പിന്നെ ഹോൾ മസാലയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ചതച്ചാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി ചില്ലി ഫ്ലേക്സ് വേണം. 2 ടേബിൾ സ്പൂൺ ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന് എരിവ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കളറിന്. അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത്. ഇത്രയും മതി, നമുക്ക് നന്നായിട്ട് എരിവ് ഫീൽ ചെയ്യാൻ ഇത് മതി. ഇനി ഞാൻ ആ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ കഷ്ണങ്ങൾ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിന് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, അതിനി ചേർക്കാം. അതിന് മുന്നായിട്ട് ഞാനൊരു 3/4 കിലോയോളം ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. വലിയ പീസ് വേണ്ട കേട്ടോ ഇതിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിന് വെള്ളം ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേണമെന്നുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം, അത് അബ്സോർവ് ചെയ്തോളും. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് വെള്ളവും വേണമെങ്കിൽ ഒഴിച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, കുറഞ്ഞതൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കാതിരുന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ടോ നോക്കൂ. അതിലെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വീണ്ടും. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ നമുക്ക് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ചെറു തീയിലിരുന്ന് ഇനി നന്നായിട്ട് നല്ല അതിൻ്റെ ജലാംശമൊക്കെ ഊറി വന്നോളും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാ മസാലയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പില ആഡ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കാം ഒരു 10 മിനിറ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അത്രയും കിട്ടിക്കോളും. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അത് ലാലേട്ടൻ്റെ പൊടിക്കൈയല്ല, അത് എൻ്റെതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. കുറച്ച് നേരം മൂടി വെച്ചേക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും തരണം. ഇതിൻ്റെ കോംബോ ആയിട്ട് ചൂട് ചോറും സാലഡും അടിപൊളിയായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ ഇടിയപ്പമാണ് റെഡിയാക്കിയിരിക്കുന്നത്. അത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ അത് ചേർത്ത് കഴിച്ചു നോക്കൂ. കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഇതുണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. റെയർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി റെയർ റെസിപ്പീസ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് ഇടാനും മറന്നു പോകരുത്. പിന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നല്ല ചൂട് ഇടിയപ്പവും ചേർത്ത് ഞാനിത് കഴിക്കാൻ പോവുകയാണ്. ഇതുപോലുള്ള രസകരമായ വീഡിയോസുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.